നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ആരും കാണലില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരടയാളം നബി തങ്ങളുടെ മുതുകത്തുണ്ട്, പക്ഷെ ആരും കാണലില്ല. ചുമലിൽ പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസക്കഷ്ണവും അതിൽ ഏതാനും രോമങ്ങളും ഉണ്ടായിരുന്നു. അതാണ് ഖാത്തമുൻ നുബുവ എന്ന് പറയുന്ന നുബുവത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന സീലായിട്ട് പൂർവ്വകാല വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നബി തങ്ങളുടെ ചുമലിലുണ്ട്, മുതുകത്തുണ്ട്, പക്ഷെ ആരും കാണൂല. ഇതാണ് ഇനി സൽമാൻ ഫാരിസിക്ക് നോക്കാനുള്ളത്. എങ്ങനെ കാണും? പല വഴിയും നോക്കി കാണൂല. അവസാനം പ്രമുഖനായ ഒരു സ്വഹാബി വര്യൻ മരണപ്പെട്ടു. മരണപ്പെട്ടോടത്ത് സൽമാൻ ചെന്നിട്ട് ഇങ്ങനെ നിന്നു. നബി തങ്ങൾ വരുന്നുണ്ടോ, മയ്യത്ത് കബർക്കിറക്കാൻ കൂടലുണ്ട് എന്ന് പറഞ്ഞേക്കലുണ്ട്, അങ്ങനെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ സംസ്കാരത്തിന് വന്നു. കബർ കളക്കാൻ തന്നെ ഉണ്ട്, പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല. കബർ കളക്കാൻ നബി തങ്ങളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സൽമാൻ കബറിൻ്റെ 4 ഭാഗവും നടന്നിട്ട് ഇങ്ങനെ കുപ്പായത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കി, കാണാണ്ടോന്ന്. ഒന്നും കാണാനില്ല. മറവ് ചെയ്യലെല്ലാം കഴിഞ്ഞ് സ്വഹാബത്ത് പിരിയാൻ തുടങ്ങി. ഏകദേശം ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. സൽമാനല്ലേ ആ നിൽക്കണെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഇവിടെ അടുത്തേക്ക് പറഞ്ഞു. അങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് കുപ്പായത്തിൻ്റെ കുടുക്ക അയച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇതല്ലേ ഇജ്ജാ നോക്കണ സാധനം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരമറിഞ്ഞപ്പോൾ യജമാനനായ ജൂതൻ അതുവരെയുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും പിൻവലിച്ചു. രാത്രിയും പകലുമില്ലാതെ അധ്വാനിക്കേണ്ടി വന്നു. എല്ലുമുറിയെ അധ്വാനിക്കണം. കൂലിയില്ല, മര്യാദക്ക് ഭക്ഷണമില്ല, ആകെ അടങ്ങറായി. ഒരു ദിവസം മുത്തുനബിയുടെ ഹദറത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കെങ്ങനെയെങ്കിലും ഒന്ന് അടിമത്ത മോചനം നേടണം നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വല്ലാതെ അടങ്ങാറായപ്പോൾ ഒരു ദിവസം നബി തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, പൊന്നാര നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആകെ അടങ്ങാറായിട്ടുണ്ട്, എനിക്കൊന്ന് അടിമത്വത്തിൽ നിന്ന് മോചനം കിട്ടണം എന്ന് പറഞ്ഞു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പള്ളിയിലുണ്ടായിരുന്ന സ്വഹാബത്തിൽ നിന്ന് പ്രമുഖരും കൂടി സൽമാനുൽ ഫാരിസിയുടെ യജമാനനെ കണ്ട് കച്ചവടമാക്കാൻ വേണ്ടി പോയി. യജമാനൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, സൽമാനെ വിൽക്കണോ എന്ന് ചോദിച്ചു. ആ വിൽക്കണം. എന്താ തരണ്ടെന്ന് ചോദിച്ചു. വിശാലമായ ഒരു മരുഭൂമി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ സ്ഥലത്ത് 300 ഈത്തപ്പനമരങ്ങൾ കുഴിച്ചിടണം. അതിന് വെള്ളവും വളവും നോക്കിയിട്ട് പരിപാലിച്ച് വലുതാക്കണം. ആ 300 ഈത്തപ്പനമരങ്ങളിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു തന്നാൽ അന്ന് മുതൽ സൽമാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. അടുത്ത കാലത്തൊന്നും നടക്കൂല എന്ന് ഉറപ്പായി. കാരണം ഈത്തപ്പനമരം കഴിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 10 വർഷമാണത്രേ. അല്ലാഹു അലം. അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും നടക്കൂല എന്ന് ഉറപ്പാണ്. പക്ഷേ നബി തങ്ങൾ അഗ്രിമെൻ്റ് എഴുതി സല്ലല്ലാഹു അലൈഹി വസല്ലം. യജമാനം പറഞ്ഞതുപോലുള്ള അഗ്രിമെൻ്റ് എഴുതി 300 മരങ്ങൾ കുഴിച്ചിട്ട് നട്ടു നനച്ചുണ്ടാക്കി. ഈത്തപ്പഴം പറിച്ചു തരാം, അന്ന് മുതൽ സൽമാൻ സ്വതന്ത്രനാണ് എന്ന് മോചനപത്രം എഴുതി. നബി തങ്ങൾ അവിടെ നിന്ന് വന്ന് മദീനത്തെ പള്ളിയിൽ വന്ന് പ്രസംഗിച്ചു, സ്വഹാബ, സൽമാനുൽ ഫാരിസിയുടെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഈത്തപ്പന മരങ്ങൾ, ഈത്തപ്പന തൈകൾ സംഭാവന ചെയ്യണം. എല്ലാവരും ഓരമരം, ഈ 2 മരം, 3 മരമൊക്കെ ഓഫർ ചെയ്ത് 300 മരമായപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാനോട് പറഞ്ഞു, സൽമാനെ, നിങ്ങൾ പോയിട്ട് 300 കുയ്യുത്തിക്കോളി ആ സ്ഥലത്ത് എന്ന് പറഞ്ഞു. സൽമാനുൽ ഫാരിസി പോയി 300 കുഴി കുത്തി. കുഴിയുടെ നിർമ്മാണം പൂർത്തിയായി എന്നറിയിച്ചപ്പോൾ നബി തങ്ങൾ ഓഫറായി ലഭിച്ച 300 ഈത്തപ്പന മരങ്ങളുമായി ചെന്ന് ബിസ്മി ചൊല്ലി ഓരോ മരങ്ങളെയും കുഴിച്ചിട്ട്
സൽമാനുൽ ഫാരിസിയോട് നനക്കാനും നോക്കാനും പറഞ്ഞു മടങ്ങി. ഈത്തപ്പന മരങ്ങൾ വേഗത്തിൽ വളരാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ കായ്ച്ച് അതിൽ ഈത്തപ്പഴമുണ്ടായി. 299 മരങ്ങളിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു. പക്ഷേ ഒരു മരം കായ്ച്ചില്ല. മോചനക്കരാറ് പ്രകാരം 300 മരവും കായ്ച്ചാലേ സ്വതന്ത്രനാവുള്ളൂ. 299 കായ്ച്ചതുള്ളൂ. ഒരു മരം കായ്ക്കാതിരുന്നപ്പോൾ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മെല്ലെ വന്നിട്ട് സ്വകാര്യത്തിൽ പറഞ്ഞു, നബിയേ, ഇങ്ങളിങ്ങനെ ഒരു തലക്കന്ന് ഈത്തപ്പന മരം ഇങ്ങനെ കുഴിച്ചിട്ട് വരുമ്പോൾ ഒന്ന് സ്പീഡായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു മരം ഞാൻ കുഴിച്ചിട്ടതായിരുന്നു നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരം കൂടി ഇങ്ങനെ പറിച്ചിട്ട് ബിസ്മി ചൊല്ലിയിട്ട് ആയിക്കെന്നാണ് കുഴിച്ചിട്ടിട്ട് അതും വലുതായി. അതിൽ നിന്നും ഈത്തപ്പഴം പറിച്ച് കൊടുത്തിട്ട് സൽമാനുൽ ഫാരിസി മോചിതനായ തോട്ടമാണ് സൽമാനുൽ ഫാരിസിയുടെ പേരിലുള്ള തോട്ടം എന്ന് പറഞ്ഞത്. 200 വയസ്സുവരെ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജീവിച്ചു. ഒരുപക്ഷേ ഈ ഉമ്മത്തിലെ ഏറ്റവും ആയുസ്സുണ്ടായ ആൾ സൽമാനുൽ ഫാരിസിയാണ്. 200 വയസ്സ് ജീവിച്ചു. സംഭവബഹുലമായ ഒരുപാട് കാര്യങ്ങൾ സൽമാനുൽ ഫാരിസിയിൽ നിന്നുണ്ടായി. ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ നമുക്കൊരു കിടങ്ങ് കീറാമെന്ന ആശയം പറഞ്ഞത് സൽമാനുൽ ഫാരിസിയാണ്. പേർഷ്യയിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമായിരുന്നു അത്. വിപ്ലവം തീർത്ത വെളുത്ത അടിമ, അതാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഇനി അതിൽ വേറൊരു കാര്യം പറയാനുണ്ട്. ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ ഒരുപാട് കാലം ജീവിക്കണം എന്നൊന്നുമില്ല, കുറേ കാലം ജീവിക്കണം എന്നൊന്നുമില്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു 55 വയസ്സാണ്. 400ഓളം ഗ്രന്ഥങ്ങൾ മഹാനവർകൾ എഴുതിയിട്ടുണ്ട്. അതിലെ ചില ഗ്രന്ഥങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ നോക്കിയാൽ വരെ തീരാത്തതാണ്. ജനനം മുതൽ മരണം വരെയുള്ള ദിവസം കണക്ക് കൂട്ടിയാൽ ഓരോ ദിവസത്തിനും ഓരോ ഖുറാസ് വീതം എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ രചനകളെ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. അതിന് മാത്രം ഇൽമ എഴുതിയിട്ടുണ്ട് ഗസാലി ഇമാം. 55 വയസ്സാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന് കർമ്മശാസ്ത്രത്തിൽ ഫിഖ്ഹിൽ ഒരു ഗ്രന്ഥമുണ്ട്, ബസീത്ത് എന്ന് പറഞ്ഞിട്ട്. ബസീത്ത് എന്ന കിതാബ് എഴുതിയിട്ട് ഗസാലി ഇമാം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഇപ്പോൾ ഒരാൾ ജീവിതകാലം മൊത്തം നോക്കിയാൽ തീരലുണ്ടാവില്ല, ഞാൻ തന്നെ ഒന്ന് ചുരുക്കട്ടെ എന്ന് പറഞ്ഞങ്ങാണ്ട് ഗസാലി ഇമാം രണ്ടാമത് ചുരുക്കി എഴുതിയതാണ്. ഏറ്റവും വലുത് വസീത്ത്, രണ്ടാമത് ചുരുക്കിയത് ബസീത്ത്. ബസീത്ത് എഴുതി കഴിഞ്ഞിട്ട് മൂപ്പരെന്നെ പറഞ്ഞു, ഇതൊക്കെ ഇപ്പോൾ ആരാ നോക്കി തീർക്കുക, ഞാൻ തന്നെ ഒന്നുകൂടിയും ചുരുക്കി എഴുതാന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി എഴുതിയതാണ് വജീസ് എന്ന് പറഞ്ഞത്. വജീസ് തന്നെ ഈ ഇരിക്കണ നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല, അത്രയും വലിയ കിതാബ. എന്നാൽ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ബസീത്ത് എന്ന വലിയ കിതാബിൽ പറഞ്ഞ ഒരു മസ്അലയുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ ഇമാമുമാർക്കിടയിൽ ഒരു തർക്കമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു ശറഫ് നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ വിഷയം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബസീത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ആ കിതാബ് ഞാൻ 40 തവണ ഒരു തല മുതൽ മറ്റേ തല വരെ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ നവവി ഇമാമിൻ്റെ വയസ്സ് 50 വയസ്സിൽ താഴെയാണ്. അപ്പോൾ കുറേ കാലം ജീവിക്കുക എന്നുള്ളതല്ല, എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, ജീവിച്ചിട്ട് എന്തേ എന്ന് ചോദിച്ചാൽ നമ്മളെ ഖാദിർ പാപ്പാനെ പറഞ്ഞ മാതിരി 50-ലധികം കൊല്ലം ഖാദിയായി, 9ഓളം ത്വരീഖത്തുകളുടെ ഷെയ്ഖായി എന്ന് പറയാൻ പറ്റണം. അതാണല്ലോ ജീവിതത്തിൻ്റെ ബർക്കത്ത് പറഞ്ഞത്. കുറേ കാലം ജീവിച്ചു എന്നിട്ട് പിന്നെ മൂപ്പരാണ്ട് മരിച്ചു. അങ്ങനെയായിട്ട് ഇപ്പം എന്താ കാര്യം?